എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ റിയുവിന്റെ മുന്നേ ഹേസുക്ക് സെങ്ങോയുടെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അവന് നല്ല പനിയാണെന്ന് കണ്ട് മീസുക്കിന്റെ വീട്ടിൽ പോയി അവന് വേണ്ടി കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ആ കഞ്ഞിയുമായിട്ട് രണ്ടുപേരുടെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് അകത്തുനിന്ന് സെങ്ങോയും റിയുവും കൂടെ സംസാരിക്കുന്നത് ഇവർ കേൾക്കുന്നത്. അങ്ങനെ റിയുവിന് സ്റ്റൊമക് ക്യാൻസർ ആണെന്നുള്ള കാര്യം മീസുക്ക് അറിയും. അങ്ങനെ ഇത് പെട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാം, സെങ്ങോ കാതെടുക്കാനൊക്കെ മീസുക്ക് ഇങ്ങനെ പറയുമ്പോൾ യുഎസ്എയിൽ വെച്ച് തന്നെ സർജറി കഴിഞ്ഞതാണെന്നും തനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് റിയു പറയും. സർജറി വരെ കഴിഞ്ഞിട്ടാണ് ഇക്കാര്യം തന്നോട് ഇവള് മറച്ചു വെച്ചതെന്ന് അറിയുമ്പോൾ ആ ഒരു ദേഷ്യത്തില് മീസുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നാലെ കരഞ്ഞുകൊണ്ട് റിയുവും ചെല്ലും. വീട്ടിൽ വന്ന് മീസുക്ക് ഗാൻസിക്കിനോട് നിങ്ങൾ അറിഞ്ഞോ ഇവക്ക് സ്റ്റൊമക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ മീസുക്ക് എന്താ തമാശ പറയുകയാണെന്നാണ് ഇവർ ആദ്യം വിചാരിക്കുന്നത്. മീസുക്ക് നേരെ ഓടി റിയുവിന്റെ റൂമിൽ കയറി അവളെടുത്ത് വെച്ചിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് റിയു വരുന്നതും അവളുടെ ശരീരത്തിൽ സർജറിയുടെ അടയാളം ഉണ്ടോ എന്ന് നോക്കി ഉറപ്പാക്കും. അതോടെ കാണുമ്പോൾ മീസുക്കിന് ആകെ കൈവിട്ടു പോകും. എന്താ ശരിക്കും നിനക്ക് പറ്റിയെന്നിങ്ങനെ മീസുക്ക് ചോദിക്കുമ്പോൾ യുഎസ്എയിൽ വെച്ച് ഞാൻ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് ഈ ഒരു കാര്യം അറിയുന്നത്. സർജറി കഴിഞ്ഞതാണ്, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇവള് പറയുന്നത് കേട്ട് സംഭവം ശരിയാണെന്ന് മനസ്സിലാക്കി ആകെ തളർന്നിരിക്കുവാണ് ഗാൻസിക്കും. അപ്പൊ ഇതറിഞ്ഞ് ഹെജുൻ എന്നെ ഒഴിവാക്കുകയായിരുന്നോ എന്ന് മീസുക്ക് ചോദിക്കുമ്പോൾ ഇതിൽ ഹെജുന്റെ ഒരു തെറ്റുമില്ല. എന്റെ അസുഖമുള്ള സമയത്ത് മൊത്തം ഹെജുനാണ് എന്റെ ഒപ്പം ഇരുന്നത്. പക്ഷെ അവനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണ് താൻ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെച്ചെന്നും ഇവള് പറയും. ഞങ്ങൾ ഒരു ഉപയോഗവും ഇല്ലാത്ത പാരന്റ്സ് ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം നിനക്ക് ഞങ്ങളോട് പറയായിരുന്നു എന്നിവര് പറയുമ്പോൾ എല്ലാം മാറിയിട്ട് നിങ്ങളോട് പറയാൻ ഓർത്തിരിക്കുമായിരുന്നു ഞാൻ, അല്ലാതെ നിങ്ങളെയും കൂടെ വിഷമിപ്പിക്കേണ്ടെന്നോർത്ത്. സർജറി ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് റിയു എത്ര തന്നെ പറഞ്ഞാലും അത് ഇവരെ സംബന്ധിച്ച് ഒരാശ്വാസവാക്കല്ലല്ലോ. ഇത്രയും വലിയൊരു അസുഖം ഉണ്ടായിട്ടും അവളോട് ചെയ്ത ഓരോ കാര്യങ്ങളും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗാൻസിക്കും മീസുക്കും ദോങ്ജിനും. അസുഖമായിട്ട് വീട്ടിലോട്ട് വന്ന മകളെ എന്തോ ഒരു ഭാരമായിട്ട് കണ്ടതും അവളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചതൊക്കെ ആലോചിച്ച് മീസുക്കിന് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഹേസുക്ക് സെങ്ങോക്കി കൊണ്ടുവന്ന് കഞ്ഞി കൊടുത്ത് നിനക്ക് പനിയായിട്ട് ഞാൻ മീസുക്കിനെ കൊണ്ടുണ്ടാക്കിച്ചതാ എന്ന് പറയുമ്പോഴാണ് തന്റെ അമ്മ തന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. റിയുവിന്റെ കാര്യം കുറച്ച് കഷ്ടമാ. നിനക്ക് പക്ഷെ ഇതൊന്നും അറിയില്ലായിരുന്നോ? 3 കൊല്ലം മുന്നേ ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടി നീ യുഎസിലോട്ട് പോയതല്ലേ, അന്ന് നീ അവളെ കണ്ടില്ലേ എന്ന് ഹേസുക്ക് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ 3 കൊല്ലം മുമ്പ് ഇവൻ ബിസിനസ് ട്രിപ്പിന് വേണ്ടി യുഎസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതും മോയോ ആണെങ്കിൽ ഇവനെ വിളിച്ച് അവിടെ അടുത്ത് തന്നെ റിയു ഉള്ള സ്ഥലം അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, നീ വന്ന് അവളെ പോയി നോക്കുന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് അതിനുള്ള സമയം, ഞാൻ അവളുള്ള സ്ഥലത്തിനേക്കാൾ ഒരുപാട് ദൂരെയാണ് എന്നൊക്കെ ഇവൻ മോയത്തിനോട് എക്സ്ക്യൂസ് ആയിട്ട് പറയുമെങ്കിലും അവിടെ വന്ന് ഇവൻ ആദ്യം കാണാൻ വരുന്നത് റിയുവിനെയാണ്. അവിടെ വെച്ച് റിയുവിനെ കാണുന്നവൻ അവളുടെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ തുടങ്ങുന്നതും അവളുടെ കൂടെ ഹേജൂണും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചു മടങ്ങുകയായിരുന്നു. തിരിച്ചു മടങ്ങുന്ന ഇവനെ റിയു തിരിഞ്ഞു നോക്കുന്നുണ്ട്. ചിലപ്പോൾ അവൾക്ക് മനസ്സിലായി കാണില്ല. അന്ന് തനിക്ക് റിയുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലായിരുന്നു. നീ മെലിഞ്ഞുടങ്ങി ആകെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അവളോട് പറയായിരുന്നു. ഇവൾ ഹേജുന്റെ കൂടെ ഹാപ്പിയാണെന്ന് അറിയുന്നവൻ പിന്നെ അവിടെ ഉണ്ടായിട്ടും ഇവളെ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ സെങ്ങോ യുഎസ്എയിൽ ഉണ്ടെന്ന് അറിഞ്ഞ് നീ ഇവിടെ വന്ന കാര്യം എന്താ എന്നോട് പറയാഞ്ഞെന്നൊക്കെ ചോദിച്ച് റിയു ഇവന് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, കോള് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇവളെ ഹേജുന്റെ കൂടെ കണ്ട ആ ഒരു ദേഷ്യത്തിലായിരിക്കും ഇവൻ ആ കോൾസും മെസ്സേജും എല്ലാം അവോയ്ഡ് ചെയ്യും. ഇവ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും അവൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ശരിക്കും ഒരു മണ്ടനായിരുന്നു. അവൾക്ക് അസുഖമുള്ള സമയത്താണ് അവൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. എന്റെ വയ്യാത്ത സമയത്ത് മൊത്തം അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അവൾ ആ ഇരുട്ടിൽ തനിച്ചാക്കി. അവൾ അത്രത്തോളം സിഗ്നൽസ് എനിക്ക് തന്നിട്ടും. അവിടെ വെച്ച് കേട്ടായി ഹേസുക്കി ഒരു കാര്യം വിളിച്ച് മോയത്തിന്റെ അമ്മയോട് പറയും. അങ്ങനെ ഇത് കേട്ടായിരിക്കും അങ്ങോട്ടേക്ക് മോയം വരുന്നത്. കേക്കേണ്ട താമസം അവൾ റിയുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് ഇത് തന്നോട് പറയാഞ്ഞതിന് റിയുവിനെ കുറെ ചീത്ത വിളിക്കും. ഇതെല്ലാം കേൾക്കാൻ തന്നെ അർഹയാണ്, അതുകൊണ്ട് എത്ര വേണമെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞിരിക്കുവാണ് റിയു. എന്നാലും ഞങ്ങൾക്ക് ഒരു ക്ലൂ പോലും കിട്ടാതെ നീ എത്ര സാമർത്ഥ്യമായിട്ട് ഇതൊക്കെ മറച്ചു വെച്ചെന്ന് ഇങ്ങനെ മോയം പറയുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ആക്ടിങ്ങിലാണ് എന്റെ ടാലന്റ് എന്ന്. കുക്കിംഗ് ക്ലാസ് മാറ്റി വെച്ച് ആക്ടിംഗ് ക്ലാസ്സിൽ പോയി ചേർന്നാലോ എന്നൊക്കെ തമാശ പറഞ്ഞ് റിയു ഇവളെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പെട്ടെന്നൊന്നും കരയുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കരയാനും പോകുന്നില്ല, പകരം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് അവളെ ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കും. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ചോയ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ റിയുവിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ അസുഖത്തെക്കുറിച്ച് ഇയാൾ മനസ്സിലാക്കും. ഇവിടെ ഓഫീസിലോട്ട് വരുന്ന സെങ്ങോയോട് നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന വർക്കിലൊരു ചെറിയ പ്രശ്നമുണ്ട്, അവരൊരു പുതിയ കോൺട്രാക്ടർ വയ്ക്കാൻ പോവുക, അവരുടെ തന്നെ ബന്ധത്തിലുള്ള ഒരാളാണ്, ഇനി നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എങ്ങാനും ആണോ എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, പുതിയ കോൺട്രാക്ടറെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ് സെങ്ങോ. ഇത് കേട്ട് ആഹാ സാദ് ഇന്ന് നല്ല മൂഡിലാണല്ലോ എന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുമ്പോൾ അല്ല സെങ്ങോ ഇന്ന് നല്ല മൂഡിലേ അല്ല, അവൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുവാണ്. ഇവനെ നന്നായിട്ട് അറിയുന്ന നായനും യൂണും. ഓഫീസിൽ നിന്ന് ഇവൻ നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോയുടെ ഹോസ്പിറ്റലിലായിരുന്നല്ലോ വയറുവേദന വന്ന റിയുവിനെ കൊണ്ടുപോയിരുന്നത്. അവിടെ വെച്ചായിരുന്നു അവൾ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ റിസൾട്ട് നോക്കി അവൾ ഓക്കെ ആണോന്ന് എന്നോട് പറയുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ക്ലയൻസിന്റെ ഇൻഫർമേഷൻസ് ഒന്നും താൻ ലീക്ക് ചെയ്യാൻ പാടില്ല, പക്ഷെ റിയുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് ഇവന് ചോയ് ഉറപ്പ് കൊടുക്കും. കട്ടാകുമ്പോൾ ഷോപ്പിലോട്ട് വരുന്ന മീസുക്കിനെ വിവരം അറിഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ മീസുക്ക് ആണെങ്കിൽ ഈ വിവരം ഇവരോട് പറഞ്ഞതിനും നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മനസ്സിലാവില്ല, അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ എളുപ്പമാ എന്നൊക്കെ പറഞ്ഞ് ഇവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. എന്ത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് നീ പറയുന്നത്? ഞങ്ങളും ഒരു അമ്മയാ, ഞങ്ങൾക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നിവര് പറയുമ്പോൾ എനിക്കൊരു അമ്മയാവാനുള്ള അർഹത പോലുമില്ല,
അസുഖമായിട്ടുള്ള എന്റെ മോൾക്ക് ഞാൻ ഒരിക്കൽ പോലും സമാധാനം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മിസുക്ക് ഇങ്ങനെ അവളുടെ ഉള്ളിലെ വിഷമമൊക്കെ പുറത്തെടുത്ത് വിങ്ങിപ്പൊട്ടുന്നത് കണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ്. എത്ര വഴക്കുണ്ടാക്കുമെങ്കിലും ചേച്ചിയുടെ ഈ ഒരു കാര്യം അറിഞ്ഞ് അനിയനും തളർന്നിരിക്കുവാണ്. ഗൂഗിളിൽ സ്റ്റൊമക് ക്യാൻസറിനെ കുറിച്ചും രക്ഷപ്പെടാനുള്ള ചാൻസസിനെ കുറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവളെ കണ്ട കല്ല് വരെ തിന്നാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് പറയുമല്ലോ. എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇത് വന്നെന്നും പറഞ്ഞ ദേഷ്യത്തിൽ അവിടെ നിലത്ത് കിടന്നൊരു കല്ല് തട്ടിയിടുമ്പോൾ അതാണ് ഈ ജോഗിങ് ചെയ്യുന്ന നായന്റെ ദേഹത്ത് പോയി തട്ടും. സോദി പറഞ്ഞ് തോങ്ജിന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും അന്ന് ജിമ്മിൽ വെച്ച് കണ്ട കാര്യം ഓർമ്മ വരുന്നത്. നീ ആ ജിം മെമ്പർ അല്ലേ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ, നിനക്ക് വർക്കില്ല എന്ന് നായം ചോദിക്കുമ്പോൾ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു, ആ ജിമ്മ് കൊള്ളത്തില്ല എന്ന് പറയണവൻ. ഓ, അപ്പൊ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടല്ലേ, അതോ പറഞ്ഞു വിടുന്നതിന് മുമ്പേ നീ രാജിവെച്ചതാണോ? വർക്ക് ചെയ്ത് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാം, എങ്ങനെയെങ്കിലും കരഞ്ഞ് കാല പിടിച്ചെങ്കിലും അവിടെ കയറി പറ്റാൻ നോക്ക്. എന്തിന്, നിനക്കെന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല, അറിയാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇടപെടാനോ, ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആളല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഞാൻ തിരിച്ചേരുന്ന ഒരു അഡ്വൈസ് ആയിട്ട് കണ്ടാതി എന്നും പറഞ്ഞ് ഞാൻ എസ്കേപ്പ് ആവുമ്പോൾ ഓരോ കാര്യം പറഞ്ഞ് അവളുടെ പിന്നാലെ കൂടിയിരിക്കുവാണ് തോങ്ജിന്. ഇവിടെ ഓഫീസ് കഴിഞ്ഞ് വരുന്ന ദാനോ മുന്നേ നടന്നു പോകുന്ന മോയത്തിനെ കണ്ട് അവളെ കുറെ വിളിച്ചു നോക്കിയെങ്കിലും അവള് കേൾക്കാത്തതുകൊണ്ട് തന്നെ അടുത്ത് ചെന്ന് അവളെ വിളിക്കുന്നത് മറ്റാരോ ആണെന്ന് വിചാരിച്ച് ഇവനെ കറക്കി നിലത്ത് വീഴ്ത്തും. അപ്പോഴാണ് ദാനോ കാണുന്നത് മോയം എന്തോ കാര്യത്തിന് കരഞ്ഞുകൊണ്ട് വരുമായിരുന്നു. ദാനോയാണ് താൻ നിലത്തടിച്ച് വീഴ്ത്തിയെന്ന് മനസ്സിലാകുമ്പോൾ അവനെയും പൊക്കി വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് മോയം. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോയി പെയിൻ മാറാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇവൾ പോകാൻ തുനിയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, നീ നേരത്തെ എന്തിനാ കരഞ്ഞെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ നീ ഓൾറെഡി ചോദിക്കാൻ പോവാണെങ്കിൽ പിന്നെ എന്തിനാ അതിന് അനുവാദം ചോദിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാൻ പറ്റിയ പ്ലേസാണ്. കുറച്ചുനാൾ മുന്നേ ഇവിടെ വേറൊരാൾ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ദാനു പറയുമ്പോൾ അത് സെങ്ങോ അല്ലെന്ന് ചോദിക്കുവാണ് മോയൻ. അല്ല, അതെങ്ങനെ നിനക്ക് എന്ന് ദാനു സംശയത്തിൽ ചോദിക്കുമ്പോൾ ഈ പ്ലേസിലെ സെക്യൂരിറ്റി കുറച്ച് കുറവാ എന്നും പറഞ്ഞ് ഇവൾ ഒളിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ഇവന്. ആക്ച്വലി അതെന്നെ സംബന്ധിച്ചല്ല, എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ക്ലോസ് ഫ്രണ്ട്. കുട്ടിക്കാലം തൊട്ടേ അവർ ഒരുമിച്ചായിരുന്നു. കുറെ നാൾ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എബ്രോഡിലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് തിരിച്ചറിയുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് സ്റ്റൊമക് ക്യാൻസർ ആണെന്ന്. എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റുന്ന തോന്നുന്നില്ല. അല്ല, ഞാൻ എന്നെ കുറിച്ചല്ല പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് അല്ല, എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്. കൺഫ്യൂസ് ആയില്ലേ? എന്നെ കുറിച്ചല്ല, എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ കുറിച്ച് എന്നിങ്ങനെ മോയം പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ പേടിക്കണ്ട, ഇവിടുത്തെ സെക്യൂരിറ്റി ഇപ്രാവശ്യം ഞാൻ ഉറപ്പാക്കിക്കോളാം എന്ന് പറയുവാണ് ദാനു. കാര്യമല്ല ഇവന് മനസ്സിലായെന്ന് അറിയുമ്പോൾ റെയുവിന് അസുഖമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഈ ജോലിക്കിടയിൽ ഒരുപാട് അസുഖമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, മരണത്തിന് തൊട്ടു മുമ്പ് നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരാൾ റെയു ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മോയോ ഇങ്ങനെ കരച്ചിൽ അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് കരയണമെങ്കിൽ കരഞ്ഞോ, ഇവിടെ ഇരുന്ന് രഹസ്യമായിട്ട് കുറച്ച് നേരം കരഞ്ഞാൽ നിനക്ക് അതിനേക്കാൾ ചിരിക്കാൻ കഴിയും. നീ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇനി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു മിറാക്കിള് പോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നവരുടെ കൂടെ ഉണ്ടാകുന്നതും ഒരു മിറാക്കിള് തന്നെയാ. എന്തു എനിക്ക് അങ്ങനെയാ. ദാനുവിടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഏതാണ്ട് 2 കൊല്ലം മുന്നേ ഓഫീസിലിരിക്കുന്ന അവന് പെട്ടെന്നൊരു കോള് വരും. അതൊരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന അവന് കുറച്ചു മുന്നേ ഒരു ആക്സിഡന്റിൽ മരണമടഞ്ഞ ഇവന്റെ ഭാര്യയുടെ മൃതദേഹം കാണിച്ചു കൊടുക്കും. ഭാര്യയും എന്തും സഞ്ചരിച്ച കാർ ഒരു ആക്സിഡന്റിലാവുകയായിരുന്നു. എന്റെ മോള ആക്സിഡന്റ് ഒരു മിറാക്കിള് പോലെ സർവൈവ് ചെയ്ത് എന്റെ അടുത്തേക്ക് വന്നു. ഇപ്പൊ അവളുടെ കൂടെയുള്ള എല്ലാ ദിവസവും എനിക്കൊരു മിറാക്കിളാണ് എന്ന് പറയുന്ന ദാനോയുടെ മോയപ്പോ കരയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞ് പിന്നെ എന്തിനാ അടക്കി പിടിക്കുന്നതെന്ന് ചോദിക്കും. കാരണം അവൻ കരച്ചിൽ അടക്കി പിടിച്ചിരിക്കുവാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇവൾ ഇത് പറയേണ്ട താമസം അവൻ കരയാൻ തുടങ്ങും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദാനോയെ കാണുന്നതും അവനെ പോയി കിസ് ചെയ്യുവാണ് മോയം. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ ആ ഒരു ഇമോഷനിൽ ചെയ്തത് കുറച്ച് മണ്ടത്തരമായി പോയെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ അവനിട്ട് ഒരു തട്ടും കൊടുത്ത് അവൾ ഇറങ്ങിയോടും. ഇവിടെ ഹേസുക്ക് അവളുടെ വൈസ് ചെയർമാനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇയാളുടെ പേര് ഹാൻ എന്നാണ്. എന്തിനെ കാണണമെന്ന് പറഞ്ഞെന്ന് ഹേസുക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓഫറിനെ കുറിച്ച് നീ ചിന്തിച്ചോന്ന് ചോദിക്കുവാണ് അയാൾ. അന്ന് പിറന്നാൾ ദിവസം ചോയ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു നോക്കുന്നില്ലേ, അന്ന് ഈ ഒരു ഓഫറിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു ഇയാൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫീൽഡിൽ ഏതാണ്ട് 20 കൊല്ലം നീ വർക്ക് ചെയ്തു, ഇനി ജോലിയിൽ നിന്ന് നീ ഇത്തിരി റെസ്റ്റ് എടുക്ക് എന്നായിരുന്നു അന്ന് ഇയാൾ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനോട് താല്പര്യമില്ലാത്ത ഇവളാണെങ്കിൽ തനിക്ക് റെസ്റ്റ് എടുക്കണ്ടെന്നും താൻ ഏത് രാജ്യത്തോട്ട് അയച്ചാലും അവിടെ പോയി താൻ വർക്ക് ചെയ്യാൻ സന്നദ്ധയാണെന്ന് അറിയിക്കും. എന്നാൽ ഇപ്പോഴാണ് ഈ ഹാൻ ഒരു കാര്യം പറയുന്നത്. ഇവൾ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്ത് വരുവാണ്, ഇപ്പൊ പ്രായമൊക്കെ ആയി. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് അതുകൊണ്ട് തന്നെ ഇവളെ റിസൈൻ ചെയ്യിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതായത് ഇവൾക്ക് ജോലി വേണ്ടെന്ന് വെക്കാതെ വേറൊരു വഴിയില്ല. കെട്ടാക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന റിയു ഓഫീസ് കഴിഞ്ഞ് വരുന്ന സെങ്ങോയെ കാണും. അങ്ങനെ രണ്ടുപേരും കൂടി ഇവരുടെ സ്ഥിര സ്പോട്ടിലോട്ട് പോകും. ഇവൻ മിണ്ടാതെ ഇവളോടുള്ള ദേഷ്യത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്റെ രോഗവിവരം മുന്നേ പറയാത്തതുകൊണ്ട് നീ എന്നോട് ദേഷ്യത്തിലാണല്ലേ? എനിക്കറിയാം എന്നെ സമാധാനിപ്പിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ധൈര്യം തരണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നീ എന്ന്. വീട്ടിലെ അമ്മയും അച്ഛനും ദോങ്ജിനും ഒക്കെ ഇതേപോലെ തന്നെയാണ്. ഇതുകൊണ്ട് ഞാൻ ഇതൊന്നും നിങ്ങളോട് മുന്നേ പറയാനേ. എന്നിട്ട് എന്റെ ഈ കരുതലിനെ കുറിച്ചൊക്കെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നിങ്ങനെ റിയു പറയുമ്പോൾ അത് കേട്ട് സെങ്ങോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ എന്ത് ചെയ്തെന്നാ പറയുന്നേ? നിന്റെ
വർത്താനം കേട്ടാ തോന്നുമല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തെന്ന്. നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സെൽഫിഷ് പേഴ്സണാ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹാർഡ് സിറ്റുവേഷൻ വരുമ്പോൾ അതൊപ്പം ഉള്ളവരോട് പറഞ്ഞ് ഒരുമിച്ച് മുന്നേറാനാണ് നോക്കേണ്ടത്. എന്റെ ലൈഫിൽ അങ്ങനെ ഒന്ന് വന്നപ്പോൾ നീ അല്ലായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നേ. അതേ സെയിം ചാൻസ് നീ എന്താ എനിക്ക് തരാഞ്ഞേ? എനിക്ക് വേണ്ടി അന്ന് നീ ഓരോ കാര്യങ്ങൾ ചെയ്ത പോലെ പകരം എന്നെ അതൊന്നും ചെയ്യാൻ നീ എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന് സെങ്ങോ ചോദിക്കുമ്പോൾ റിയുവിന് പ്രത്യേകിച്ച് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല പറയാൻ. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും പറയാതെ ഓടിപ്പോ. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഹേജുൺ വരുന്നത്. നിന്നെ പോലെ തന്നെ മുമ്പ് ഞാനും ചെയ്യണമായിരുന്നു. നീ ഇപ്പൊ ചെയ്ത പോലെ ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് അവളോട് ഒന്നുകൂടെ സത്യസന്ധമായിട്ടിരിക്കണമായിരുന്നു എന്ന് പറയുന്ന ഹേജുണിനോട് ആ സമയങ്ങളിൽ റിയു ഒരുപാട് വേദനയിലായിരുന്നു എന്ന് ചോദിക്കുവാണ് സെങ്ങോ. ഇത് കേൾക്കുന്ന ഹേജുൺ അത് അവൾ ധൈര്യത്തോടെ നേരിട്ടു എന്ന് പറയും. വീട്ടിലെ ഗാൻസിക്കും മിസുക്കും കൂടെ ഒരു സമാധാനത്തിന് വേണ്ടി മദ്യപിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടും അവർക്ക് റിയുവിനോട് ചെയ്ത കാര്യങ്ങളോർത്ത് സങ്കടം മാറുന്നില്ല. ദോങ്ഷിന് ഒരുപാട് കെയർ കൊടുത്ത് ഞാൻ എന്റെ മോളെ ശ്രദ്ധിച്ചു പോലുമില്ല. അവളെ ഞാൻ ഒരുപാട് മാറ്റി നിർത്തി. പാവ എന്റെ മോൾ അതൊക്കെ എങ്ങനെ സഹിച്ചാണ്. അവൾക്ക് വേണ്ട ഒരു സപ്പോർട്ടും ഒന്നിനും ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പുറത്തു നിന്ന് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് റിയു. രാവിലെ വർക്കിന് പോകാൻ ഇറങ്ങുന്ന മോയം യുന്തുവും ദാനോയും വരുന്നത് കണ്ട് അവരെ കാണാതെ ഒളിച്ചിരിക്കുവാണ്. ഇന്നലെ സംഭവിച്ച കാര്യം കൊണ്ട് ദാനോ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഇവക്കറിയില്ല. എന്നിവരെ കണ്ട് മോയ ഒളിച്ചിരിക്കുന്നത് നമ്മുടെ യൊന്തു കാണുന്നുണ്ട്. മോയ നേരത്തെ നമ്മളെ കണ്ടപ്പോൾ ഒളിച്ചെന്നു. അവൾ എന്താ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുവാണോ എന്ന് യൊന്തു ദാനോയോട് പറയുന്നതും നമുക്ക് ഓടി സ്കൂളിലോട്ട് പോകാമെന്നും പറഞ്ഞ് യൊന്തുവിന്റെ കയ്യും പിടിച്ചോടുവാണ് ദാനോയും. കട്ടാകുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തും സെങ്ങോക്ക് റിയുവിന്റെ വിചാരമാണ്. ഇന്നലെ ഹേജുവിനെ കണ്ടപ്പോൾ അവൾക്ക് അസുഖം മാറി കുറച്ച് നാളുകൾക്ക് ശേഷം ഡിപ്രഷൻ വന്ന കാര്യവും അന്ന് അവൾ ഒറ്റയ്ക്കായിരുന്നു, അവൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ കൊടുത്തില്ല എന്ന കാര്യമൊക്കെ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവന്റെ ഫോണിലോട്ട് മീസുക്ക് വിളിച്ച് റിയുവിനെ ഇവിടെ ഒന്നും കാണുന്നില്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു എന്ന കാര്യം പറയുന്നത്. ഇത് കേൾക്കുന്നത് സെങ്ങോ അവളെ സാധാരണ പോകാത്തുള്ള എല്ലാ സ്ഥലത്തും പോയി അന്വേഷിക്കും. പാർക്ക്, ലൈബ്രറി, കുക്കിംഗ് ക്ലാസ്, സ്കൂള് എന്നിവിടെ ഒന്നും തന്നെ അവൾ ഉണ്ടായിരുന്നില്ല. എന്നൊട്ടും താമസിക്കാതെ സെങ്ങോ ഇപ്പോൾ നേരെ ഒരു ബീച്ചിലോട്ട് പോയി നോക്കും. കറക്റ്റ് ആയിട്ട് അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവനെ കാണുന്നത് ഷോക്കായി. നിനക്കെങ്ങനെ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാം എന്ന അത്ഭുതത്തോടെ റിയു ചോദിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പൊക്കൂടെ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുവാണ് സെങ്ങോ. എനിക്ക് എന്റെ മനസ്സൊന്ന് ശാന്തമാകാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണമായിരുന്നു. എന്റെ മനസ്സിലിപ്പോൾ ഒരുപാടുണ്ട്, ഞാനൊന്ന് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ നീ കാരണം ബുദ്ധിമുട്ടുന്നത് ഞാനാ. എത്ര കാലം നീ നിന്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും? നീ നിന്റെ ഡിപ്രഷന്റെ കാര്യം എന്താ പറയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് നീ എങ്ങനെ അറിഞ്ഞു? ഹേജുവിനെ കണ്ടോന്ന് ചോദിക്കുകയാണ് റിയു. സെങ്ങോ ആണെങ്കിൽ ഒരു കാര്യവും ഇവളെ തുറന്നു പറയാത്തതുകൊണ്ട് ഇവളെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് ഞാൻ പോവാണെന്നും പറഞ്ഞ് റിയു പോവാൻ തുനിയുമ്പോൾ അവളെയും പൊക്കിയെടുത്ത് കടലിലോട്ട് നടക്കുവാണിവൻ. നീ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ച് റിയു അലറുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ വെള്ളത്തിലോട്ട് ഇറങ്ങി അവളെ അവിടെ കൊണ്ടുവന്നിടും. നിന്റെ മനസ്സിൽ ഒരുപാടുണ്ടെന്നല്ലേ പറഞ്ഞേ, ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ കിട്ടിയില്ലേ? വെറുതെ പൊട്ടന്മാരെ പോലെ എല്ലാ ഭാരവും ഇങ്ങനെ ഒറ്റയ്ക്ക് വഹിച്ച് നടക്കരുത് എന്നും പറഞ്ഞ് സെങ്ങോ ദേഷ്യപ്പെടുമ്പോൾ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, എന്നിട്ട് നീ എന്തിനാ എന്നോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നേ എന്ന് പറയുന്ന റിയുവിനോട് എനിക്ക് നിന്നോടല്ല ദേഷ്യം, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം. നീ ഒരുപാട് സിഗ്നൽസ് തന്നിട്ടും അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. നിന്നെ ഒറ്റയ്ക്ക് ആ ഇരുട്ടിൽ ഞാൻ തനിച്ചാക്കി എന്നൊക്കെ പറയുമ്പോൾ നീ എന്തെനിക്ക് മെസ്സേജ് അയക്കാഞ്ഞേ, എന്തെന്റെ കോളുകൾ എടുക്കാഞ്ഞേ? എത്രത്തോളം ഞാൻ പേടിച്ചു എന്ന് നിനക്കറിയോ? എന്റെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് എന്റെ പാരന്റ്സ് വീണ് പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു. നിന്നോട് ഇക്കാര്യം പറയണമെന്ന് ഞാൻ 100 പ്രാവശ്യമെങ്കിലും ചിന്തിച്ചു. നിനക്കൊന്നും തന്നെ അറിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ് റിയു. അങ്ങനെ മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ കുറച്ചു നേരം രണ്ടുപേരും ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുവാണ്. ആ സമയം നിനക്ക് ഞാൻ ഇവിടെയാണുള്ളതെന്ന് എങ്ങനെ അറിയാമെന്ന് റിയു ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ പണ്ട് വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തന്റെ ഫോൺ കേടായിട്ട് തനിക്ക് ഒരെണ്ണം വാങ്ങി തരുന്നില്ല. ദോങ്ജിനാണെങ്കിൽ ഇപ്പൊ ഏതാണ്ട് 3ാമത്തെ ഫോണാ, എനിക്ക് മാത്രം ഫോൺ വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് വീട് വിട്ട് ഇറങ്ങി ഇവളെ ഫോളോ ചെയ്ത് സെങ്ങോയും വന്നിട്ടുണ്ടായിരുന്നു. ഈ ബീച്ചിലോട്ടായിരുന്നു അന്ന് അവൾ വന്നിട്ടുണ്ടായിരുന്നത്. സെങ്ങോ അവന്റെ ഫോൺ എടുത്ത് ഇപ്പൊ റിയുവിന് കൊടുത്ത് നിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, നീ അച്ഛനെ വിളിച്ച് നേരിട്ട് കാര്യം ചോദിക്കാൻ വേണ്ടി പറയും. അതിനെന്തോ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുമെങ്കിലും സെങ്ങോയുടെ നിർബന്ധപ്രകാരം അവൾ കോൾ ചെയ്യും. റിസൾട്ട് അറിയാൻ ആകാംക്ഷയിൽ നിൽക്കുന്ന സെങ്ങോ എന്താ അച്ഛൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നാ പറഞ്ഞ്. ഇത് കേൾക്കുമ്പോഴാണ് സെങ്ങോയ്ക്ക് ഒരു സമാധാനമാവുന്നത്. അവരൊന്നും ആലോചിക്കാതെ ഇവളെ ചെന്ന് ഹഗ് ചെയ്യും. നീ ഇപ്പൊ എന്തിനാ എന്നെ ഹഗ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന റിയുവിനോട് മിണ്ടാതെ തനിക്ക് ഒരു ഹഗ് തരാൻ വേണ്ടി പറയുവാണവൻ. കട്ടാക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചോ ഇന്ന് വളരെ നല്ല മൂഡിലാണ്. ഇവനാണെങ്കിൽ ഏത് നേരം ഇപ്പൊ ഹേസൂക്കിന്റെ ചിന്തയാണ്. കാരണം അവരിപ്പോ ഏതാണ്ട് അത്യാവശ്യം നന്നായിട്ടാണല്ലോ പോകുന്നത്. ഹെസുകിനെ വിളിച്ച് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവളുടെ ഓഫീസിലേക്ക് ഭയങ്കര സന്തോഷത്തിൽ വരുമ്പോൾ ഇവൻ വീണ്ടും ഇവളെയും ഹാനിനെയും കൂടെ ഒരുമിച്ച് കണ്ട് ഡിസപ്പോയിന്റഡ് ആവും. പോരാത്തതിന് അവിടെ കുറച്ച് ലേഡീസ് ഇരുന്ന് ഇവരെ കുറിച്ച് ഗോസിപ്പും പറയുന്നുണ്ടായിരുന്നു. ഈ ഹാൻ ഇതുവരെ മാരേജ് ചെയ്തിട്ടില്ല, അത് ഹേസുക്കിന് വേണ്ടിയാണ്, ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഒരു സംസാരമുണ്ട് എന്നൊക്കെ. വീട്ടിലോട്ട് വരുന്ന സെങ്ങോ റിയുവിനെയും കൂട്ടി നേരെ ഇവരുടെ റെസ്റ്റോറന്റിലോട്ടാണ് വരുന്നത്. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇവൾക്കൊരു പാർട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ കൊറിയയിലോട്ട് തിരിച്ചു വന്നിട്ട് നേരെ ചൊവ്വ ഇവരൊരു പാർട്ടി പോലും നടത്തിയിട്ടില്ലായിരുന്നല്ലോ. ഇവൾ വരുന്നതും കാത്ത് എല്ലാവരും കേക്കും കൊണ്ട് ഒളിച്ചിരിക്കുവാണ്. ഇപ്പൊ കേക്ക് കത്തിക്കാനാണെങ്കിൽ ലൈറ്റർ നോക്കിയിട്ട് കാണുന്നില്ല. ഇവർ അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എന്ന് അങ്ങോട്ടേക്ക് സെങ്ങോ റിയുവിനെയും കൊണ്ടുവരുന്നത്. സർപ്രൈസ് നൈസായിട്ട് കൊളായെങ്കിലും അവരത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യും. ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് കുറെ ആയില്ലേ, എന്നിട്ട് ഇപ്പോഴാണ് പാർട്ടി, ആരുടെ ഈ പൊട്ട പ്ലാൻ എന്ന് റിയു ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി
ഉടനായി സെങ്ങോയെ ചൂണ്ടിക്കാണിക്കും. ഈ മൊത്തം അറേഞ്ച്മെന്റും സെങ്ങോയുടെ പ്ലാൻ ആയിരുന്നു. കേക്ക് മാത്രമല്ല, ഇവൾക്ക് വേണ്ടി ഗംഭീര ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഫുഡും പണ്ട് ഷെഫായിരുന്ന സമയത്തുണ്ടായ പോലെ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഗ്യാൻസിക്ക്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് എന്റെ മോൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് സങ്കടം വരുവാണ് റിയുവിന്. നമ്മളൊരു ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തും തുറന്നു പറയാനുള്ളതാണ്. അതുകൊണ്ട് ഇനി തൊട്ട് നമ്മൾ ഒന്നും പരസ്പരം മറച്ചു വെക്കില്ല എന്നും പറഞ്ഞ് എല്ലാവരും പ്രോമിസ് ചെയ്യും. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന സങ്കടമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. ദോങ്ജിനും ചേച്ചിക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് നീ കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ നീ അവളെ ചേച്ചി എന്ന് വിളിക്കാൻ പറഞ്ഞ് ചീത്ത പറയുവാണ് ഗ്യാൻസിക്കും മീസുക്കും. ചേച്ചി എല്ലാം എടുത്ത് കഴിക്കുമെന്ന് ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ റിയു ആകെ ഇമോഷണൽ ആയിട്ട് പൊട്ടിക്കരയുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോന്ന് പറഞ്ഞ് കളിയും ചിരിയുമായിട്ട് ഇവരിങ്ങനെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് ഇവരുടെ പിറകിലായിട്ട് ദോങ്ജിനുണ്ടായിരുന്നു. റിയു ഇപ്പോൾ എത്ര ഹാപ്പി ആണെന്ന് അവന് മനസ്സിലാക്കും. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ചോയിയോട് തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ് ഹേസുക്ക്. തനിക്കും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ചോയി പറയുമ്പോൾ ഇവനോട് ആദ്യം പറഞ്ഞോളാൻ വേണ്ടി ഹേസുക്ക് ആവശ്യപ്പെടും. എന്താ പക്ഷേ ചോയി അപ്പൊ പറഞ്ഞത് നമുക്ക് ഡിവോഴ്സ് ആകാം എന്നായിരുന്നു. ഹേസുക്ക് അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഹേജോൺ റിയുവിനെ കോൾ ചെയ്ത് ഞാനോർത്ത് നീ കോൾ എടുക്കില്ലെന്ന്. എടുത്തതിൽ സന്തോഷമെന്ന് ഹേജോൺ പറയുമ്പോൾ നീ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുന്ന റിയുവിനോട് ഞാൻ എൻ്റെ ഹോട്ടലിലാണ് ഉള്ളത്. ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ നിനക്ക് ചെയ്യുന്ന അവസാനത്തെ കോൾ. ഞാൻ US-ലോട്ട് തിരിച്ചു പോവാ. റിയു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ച രീതി തെറ്റിപ്പോയി. ആ റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി. കൊറിയയിലോട്ട് വന്നപ്പോഴാണ് എനിക്കതെല്ലാം മനസ്സിലാവുന്നത്. നിനക്ക് ശരിക്കും വേണ്ട ആളുകളും നീ ശരിക്കും ഉണ്ടാവേണ്ട സ്ഥലവും എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കണം എന്ന് ഇവൻ പറയുമ്പോൾ സത്യത്തിൽ ഞാനും ഒരുപാട് തെറ്റ് ചെയ്തു. എന്റെ വേദനകളെ ഒരു എക്സ്ക്യൂസ് ആക്കി മാറ്റി ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. നീ എത്ര ഒറ്റപ്പെട്ട് കാണുമെന്ന് ഞാൻ ഓർത്തില്ല എന്ന് പറയുമ്പോൾ റിയു, നമ്മൾ തമ്മിലുള്ള മൊമെന്റ്സ് നീ ഒരിക്കലും മറക്കില്ലെന്നും അവയെ ഓർത്ത് നീ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ലെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ നന്നായിട്ടിരിക്കണം എന്നും പറഞ്ഞ് ഹേജോൺ കോള് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവനുള്ളത് ഹോട്ടലിലൊന്നുമല്ല, പകരം ഇവരുടെ വീടിന്റെ മുറ്റത്താണ്. രാവിലെ ഓഫീസിലോട്ട് വരുന്ന ഹേജോൺ ആണെങ്കിൽ വർക്ക് നേരെ ചൊവ്വേ ചെയ്യാത്തതിന് എല്ലാത്തിനെയും പിടിച്ച് പൊരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ഇവൻ എത്രത്തോളം ദേഷ്യപ്പെട്ടിട്ടും ഇവന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് യൂണും ഞാനും. കാരണം ഇവർക്കറിയാം ഇവൻ ഇപ്പോഴാണ് യഥാർത്ഥ സെങ്ങോ ആയതെന്ന്. റിയു കൊടുത്ത ചെടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടുത്ത് ചെന്ന് ഇനി വെറുതെ കുഴിയരുത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, അത് ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞിരിക്കുവാണ്. ഈ സമയം ഇവന് ആരുടെയോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ട പാടെ ഇവൻ നേരെ റിയുവിന്റെ അടുത്തേക്ക് ചെന്ന് ഡ്രസ്സ് പോലും മാറാൻ സമയം കൊടുക്കാതെ റിയുവിനെ പിടിച്ചു വലിച്ച് ഒരു സ്ഥലം വരെ പോവാണ്. ഇവൻ ഇവളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിലോട്ടായിരുന്നു. റിയുവിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അവൾ അവിടെ ഹേജോണിനെ കാണുന്നത്. അവിടെ സെങ്ങോയെ കണ്ട് നിങ്ങളെന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ഹേജോൺ ചോദിക്കുമ്പോൾ അതിന് വേണ്ടി തന്നെയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ചോദിക്കുവാണ് സെങ്ങോ. അതായത് ഓഫീസിലിരിക്കെ ഇവന് നേരത്തെ വന്ന മെസ്സേജ് ഈ ഹേജോന്റെ ആയിരുന്നു. ചോയുടെ അടുത്ത് നിന്നും ഇവന്റെ നമ്പറൊക്കെ വാങ്ങി ഇത് ഹേജോൺ ആണ്, എന്റെ ഫ്ലൈറ്റ് രാത്രി 10 മണിക്കാണ്, റിയുവിനെ നല്ലപോലെ നോക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ മെസ്സേജ്. ഞാൻ അതിനു വേണ്ടിയായിരുന്നു മെസ്സേജ് അയച്ചത്. പക്ഷേ നിങ്ങൾ വരുമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടിയാണ് ഞാൻ റിയുവിനെ കൊണ്ടുവന്നത്. ഒരുപാട് സമയമൊന്നും തരാൻ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. അതുപോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം നിൽക്കാൻ. അതുപോലെ അവളുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് കൊടുത്തതിന് താങ്ക്സ് എന്നും പറഞ്ഞ് സെങ്ങോ റിയുവിന്റെ അടുത്ത് ചെന്ന് ഹേജോനോട് യാത്ര പറയാൻ വേണ്ടി അവളെ പറഞ്ഞു വിടും. മടിച്ചാണെങ്കിലും അവളെ ചെന്ന് എങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമായിരുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്ന റിയുവിനോട് നന്ദി കൂടുതൽ പറയേണ്ടത് ഞാനാ എന്നും പറഞ്ഞ് അവസാനമായിട്ട് ഇവരൊരു ഷേക്ക് ഹാൻഡും കൊടുക്കും. നീ നല്ലൊരാളെ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റിയു പറയുമ്പോൾ പക്ഷെ നീ അത് ഓൾറെഡി കണ്ടെത്തിയില്ലേ എന്ന് സെങ്ങോയെ ഉദ്ദേശിച്ച് പറയും. എനിക്ക് അവൻ അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും അവൻ നല്ലയാളാ എന്നും പറഞ്ഞ് ഹേജോൺ യാത്രയാവാണ്. എന്തോ അവൻ പോകുമ്പോൾ ഇവൾക്ക് ഒരുപാട് സങ്കടമാകും. സത്യം പറഞ്ഞാൽ ഹേജോൺ ശരിക്കും ഒരു നല്ല ആളായിരുന്നില്ലേ? ഇവളുടെ മോശ സിറ്റുവേഷനിലെല്ലാം ഒപ്പം ഉണ്ടായിരുന്നത് അവനായിരുന്നു. നടന്നകലെന്ന ഹേജോണിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന റിയുവിനെ കാണുമ്പോൾ തന്റെ കോട്ടൂരി തല വഴിയിട്ട് കൊടുക്കുവാണ് സെങ്ങോ. അവളുടെ കരച്ചിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി ഹേജോണിന്റെ പ്ലെയിൻ അവിടെ നിന്ന് പറന്നുയരുന്നതും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ചാപ്റ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഡ്രാമ എൻഡിങ്ങിലോട്ട് അടുത്തോണ്ടിരിക്കുവാണ്.